നമസ്കാരം. അപ്പോൾ നമ്മുടെ സ്കോളർഷിപ്പ് എന്നുള്ള സെക്ഷൻ്റെ ഫൈനൽ എപ്പിസോഡാണിത്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ അടുത്ത് കുറേ സ്റ്റുഡൻസും നാട്ടിൽ നിന്ന് സ്കോളർഷിപ്പ് നോക്കുന്നവരൊക്കെ ചെയ്തിട്ടുള്ള മെസ്സേജ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ പ്രസക്തമായിട്ടുള്ള കുറച്ചെണ്ണം ഞാനിങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൽ ആദ്യം മജിത്ത്, ഹായ് നൂനു ചേട്ടാ, എനിക്ക് PhD ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. വെൻ യു ഗെറ്റ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു കവർ ലെറ്റർ സബ്മിറ്റ് ചെയ്യണമല്ലോ, അതിനൊരു സ്പെസിഫിക് ഫോർമാറ്റ് വല്ലതും ഉണ്ടോ? കവർ ലെറ്ററിന് ഒരു സ്പെസിഫിക് ഫോർമാറ്റ് എന്ന് പറയുന്ന രീതിയിലൊന്നും ഇല്ല. നമ്മൾ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കവർ ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മളതിൽ പറഞ്ഞ പോലെ തന്നെ കവർ ലെറ്റർ എപ്പോഴും എന്താ പറയുക, നമ്മളുടെ ജെന്യുവൻ ആയിട്ടുള്ള നമ്മളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആൻഡ് വൈ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് പൊസിഷൻ, ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കവർ ലെറ്റർ എഴുതാൻ പറ്റും. പിന്നെ നമ്മളുടെ സെൻറ്റൻസ് സ്ട്രക്ചറുകളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ എഴുതാൻ നോക്കുക. കൂടുതൽ നമ്മളുടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ എഴുതാൻ നോക്കുക, PhDക്കൊക്കെ ട്രൈ ചെയ്യുന്നവർ. അതാണ് ഇപ്പോൾ അജിത്തിനോട് പറയാനുള്ള മറുപടി. പിന്നെ ആൻജോ, hello ചേട്ടാ, I tried contacting LinkedIn. I've been asking around for people in Queenmary University of London and watched the YouTube video with you in it. It would be really great if you could help me some advice. Hello ചേട്ടാ, I heard from Jino ചേട്ടൻ, sorry for causing in of അതിൽ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഹായ് ചേട്ടാ, അനു രവി. ഹായ് ചേട്ടൻ, ഞാൻ ചേട്ടനെ പറ്റി ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ MSc അഗ്രികൾച്ചർ പാസ് ഔട്ടായി. എനിക്ക് അബ്രോഡ് PhDക്ക് പോകണമെന്നുണ്ട്. എനിക്ക് ഗൈഡിനെ കണ്ടുപിടിക്കേണ്ട കാര്യത്തിലൊക്കെ കുറേ കൺഫ്യൂഷൻ ഉണ്ട്. ഒരു ഗൈഡൻസ് തരാൻ പറ്റിയാൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ആവുമായിരിക്കും. താങ്ക് യു സോ മച്ച്. ഞാൻ ജർമ്മനി അല്ലെങ്കിൽ UK ആണ് നോക്കണേ. എനിക്ക് അഗ്രികൾച്ചറാണ് ഇഷ്ടമുള്ള ഫീൽഡ്. അപ്പോൾ അവിടെയുള്ള യൂണിവേഴ്സിറ്റി ആൻഡ് പ്രൊഫസേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം അറിയാനാണ്. അപ്പോൾ അനുരവിയോട് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, പ്രൊഫസേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ കൺഫ്യൂഷനുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മളൊരു 4 വെബ്സൈറ്റിനെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ സ്കോളർഷിപ്പ് സെർച്ച് ചെയ്യുന്ന ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ സ്കോളർഷിപ്പിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പ്രൊഫസർമാരുടെ പേര് അതിലുണ്ടാവും. അപ്പോൾ നേരിട്ട് ഇപ്പോൾ ഒരു പ്രൊഫസറുടെ പേര് കണ്ടു, അയാൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പേരും ആ യൂണിവേഴ്സിറ്റിയുടെ പേരും വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പ്രൊഫൈൽ കിട്ടും, അയാളുടെ ഇമെയിൽ ID കിട്ടും. അങ്ങനെ നമ്മൾ നേരിട്ട് നമ്മളുടെ കവർ ലെറ്ററും റെസ്യൂമുമായിട്ട് നമ്മൾ ആദ്യം ആ പ്രൊഫസറെ കോൺടാക്ട് ചെയ്യുക, നേരിട്ട് കോൺടാക്ട് ചെയ്യാം. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല. കവർ ലെറ്റർ എഴുതുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഒരു അടിപൊളി കവർ ലെറ്റർ എഴുതാം, ഒരു അടിപൊളി CV ഉണ്ടാക്കാം. CVയുടെയും കവർ ലെറ്ററിൻ്റെയൊക്കെ വീഡിയോസും മുന്നത്തെ എപ്പിസോഡുകളിലുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഒക്കെ കിട്ടും. ബ്രോ, ഓക്സ്ഫോർഡിൽ PhD ചെയ്യുവാണ്. ഞാനിപ്പോഴും BSc ഫിസിക്സ് സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടി ഡിഗ്രി ലെവലിൽ എന്തൊക്കെ വർക്കാണ് ചെയ്യേണ്ടത്? ഏതൊക്കെ എക്സ്ട്രാ വർക്ക് ചെയ്താലാണ് ആക്സെപ്റ്റൻസ് റേറ്റ് കൂടുന്നത്? ടു ബി ഫ്രാങ്ക്, PhD ഫ്രം ഹാർവാർഡ് ഓർ ETH സൂറിച്ച് ആണ് ഡ്രീം കോളേജ്. കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഡിഗ്രി കഴിഞ്ഞിട്ട് MSc ഫ്രം IIT ചെയ്യാൻ നിൽക്കുകയാണ്. ഞാൻ കുറേ വ്യക്തികളോട് അന്വേഷിച്ചു, ബട്ട് ആർക്കും അധികം അറിയില്ല എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത്. അത് ആക്ച്വലി നല്ല പ്രസക്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഐ അപ്രീഷിയേറ്റ് യുവർ ഇൻട്രസ്റ്റ്. ETH സൂറിച്ച് അല്ലെങ്കിൽ ഹാർവാർഡ് എന്നൊക്കെ പറയുന്നത് ലോകത്തിലെ തന്നെ എന്താ പറയുക അടിപൊളി യൂണിവേഴ്സിറ്റികളിൽ ഞാനും സ്വപ്നം കണ്ടിട്ടുള്ളതാണ്. ഈ ETHൻ്റെ ഒരു വേറെ ഒരു സബ്സെക്ഷനായിട്ടുള്ള EPFL. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എല്ലാവർക്കും സ്വപ്നം കാണാൻ പറ്റിയ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് നല്ല ഇതിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ BSc സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് സ്കിൽസൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ അഖിൽ ആൻ്റണിയുടെ പ്രധാനമായിട്ടുള്ള ഡൗട്ട്. അപ്പോൾ അഖിൽ ആൻ്റണിയോട് എനിക്ക് പറയാനുള്ളത്, അഖിൽ ആൻ്റണിയോട് മാത്രമല്ല, ഇപ്പോൾ പുറത്തേക്ക് ഇപ്പം നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും മാറിയാണ് ലോകം മുഴുവൻ. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഹാർവാർഡോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡോ, അതായത് ലോകത്തിലെ മുൻനിര യൂണിവേഴ്സിറ്റികളിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ നടക്കുന്നത്. നമ്മളുടെ എഡ്യൂക്കേഷൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഞാനിവിടം വരെ ഇപ്പോൾ
ഇരിക്കുന്ന ഓക്സ്ഫോർഡിലാണ്. ഓക്സ്ഫോർഡ് വരെ എത്തിയത് നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പവർ കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്താണ് അതിൽ മാറ്റം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചിലപ്പോൾ ഞാൻ എൻ്റെ BSc MSc ഫിസിക്സ് കഴിഞ്ഞ സമയത്ത് ഞാൻ തിയറിയിൽ ഞാൻ ഭയങ്കര ഞാനല്ല, MSc കഴിയുന്നവരെല്ലാവരും തിയറി, അതായത് ടെക്സ്റ്റ് ബുക്കുകൾ കാണാപ്പാടായിരിക്കും. ഞാനൊക്കെ എക്സാമൊക്കെ എഴുതിയത് ഫുള്ള് കാണാപ്പാടം പഠിച്ചിട്ടാണ്. ഇന്നും വേണമെങ്കിൽ എനിക്ക് കാണാപ്പാടം അതിൻ്റെ കുറേ ഡയലോഗുകളൊക്കെ പറയാൻ കിട്ടും. പക്ഷെ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ സോൾവ് ചെയ്ത പ്രോബ്ലംസോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാണാപ്പാടം പഠിച്ച് ബൈ ഹാർട്ടാക്കി പഠിച്ചിട്ടുള്ള എക്സാമുകളും ഒന്നും അല്ല നമുക്ക് ഉപകാരപ്പെടുന്നത്. അതായത് നമ്മൾ ഒരു റിസർച്ച് ഫീൽഡിലോ അല്ലെങ്കിൽ അതിൻ്റെ ജോലി മേഖലയിലൊക്കെ. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ പഠിക്കുകയാണ്. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, മാറ്റ് ലാബ് അല്ലെങ്കിൽ പൈത്തൺ അങ്ങനത്തെ ഉള്ള ലാംഗ്വേജുകളൊക്കെ ആ ഒരു ഡിഗ്രി ലെവലിൽ തന്നെ നല്ലോണം നല്ല രീതിയിൽ, അതായത് ഒരു യൂണിവേഴ്സിറ്റി സിലബസിൽ നിന്ന് അത് പഠിപ്പിക്കാൻ എന്തായാലും അത് എളുപ്പമല്ല. കാരണം എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മുടെ നാട്ടിലുള്ള സാധാരണ കോളേജിൽ നിന്നുള്ള പ്രൊഫസർമാരൊക്കെ അതിൽ എക്സ്പെർട്ടീസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ലോകത്തൊരു സ്ഥലത്തൊന്നും അത്ര എക്സ്പെർട്ടൈസ് ഒന്നുമില്ല. അതിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രം തന്നെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. പക്ഷെ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരും മേഖലയോട് ഇൻട്രസ്റ്റ് ഉള്ളവരും അതിൽ കുത്തിയിരുന്ന് അവരുടെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അതിൽ കുത്തിയിരുന്ന് എഴുതലും പുതിയ പ്രോഗ്രാമുകൾ എഴുതലും പഠിക്കലും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ മാറ്റ് ലാബിലാണ് ഇപ്പോൾ എൻ്റെ വർക്കുകളൊക്കെ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അത് പഠിക്കാന്നുള്ളത് തന്നെയാണ് എനിക്ക് കുറച്ച് സ്ട്രഗിളായിട്ട് തോന്നുന്നൊരു കാര്യം. അപ്പം സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കില്ലുകളാണ്, അതായത് ലാംഗ്വേജ് സ്കിൽസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ പരിജ്ഞാനം. കമ്പ്യൂട്ടിംഗ് ആണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രലോകത്തേക്ക് ആവശ്യമുള്ളത് മുഴുവൻ കമ്പ്യൂട്ടിങ്ങിലെ എക്സ്പേർട്ടീസിനെയാണ്. അതിപ്പോൾ മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എന്തായാലും ഈ റിസൾട്ട് അനാലിസിസ് ഒക്കെ നമ്മൾ പണ്ട് ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ സയൻറ്റിസ്റ്റുമാരും അല്ലെങ്കിൽ സയൻസിനോട് ആഗ്രഹം തോന്നുന്ന ഇപ്പോൾ കുട്ടികളൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മറ്റേ പണ്ടത്തെ എഴുത്തൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഫാൻസി അതിനോട് തോന്നി. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് എഴുതി സോൾവ് ചെയ്യണ പ്രോബ്ലംസോ അതൊന്നുമില്ല. ഒക്കെ ഈ പറഞ്ഞ പോലെ ലാംഗ്വേജസും ഇതൊക്കെ നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ല കാര്യം. ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നത് സെഫ ഫത്തേമ. ഹേ സാർ, ഐ ആം സ്റ്റുഡൻറ്റ് കറൻ്റ്ലി ഡൂയിങ് മൈ BSLP, അതെന്താണെന്ന് എനിക്കറിയില്ല. വിഷിംഗ് ടു ഡു മാസ്റ്റേഴ്സ് ഇൻ ദ UK. വാച്ച് യുവർ യൂട്യൂബ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. താങ്ക് യു. ബാച്ചിലേഴ്സ് ഓക്കെ മാസ്റ്റേഴ്സൊക്കെ ഇവിടേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഏജൻസി വഴി ഇതിന് പറ്റുന്ന കോഴ്സുകളൊക്കെ നോക്കാം. ഓൾ ദ ബെസ്റ്റ്. അയർവാക്ക് പേര് മനസ്സിലാവുന്നില്ല. ഹായ് നുനു, I have seen your video in YouTube with another person. I am sorry I forgot the channel name. I'm looking to come UK for my studies, so that I gave you follow request for asking some doubts, because I got to know you are already in it. If you are okay with this, because okay. I graduated from art subject in 2017 and it's been 2 years working BPO. Now I'm looking to come UK for take a PG in MSW. If I apply, will they accept or reject? Possibilities is there to get in good universities? Of course, നമ്മൾ എന്താ പറയുക, നമ്മളുടെ പഠിച്ച മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ കോഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ അത് ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് ചെയ്യുക, നല്ലോണം സെർച്ച് ചെയ്യുക. വീഡിയോ കണ്ടിരുന്നു, റിയലി ഇൻസ്പയർഡ്, കൺഗ്രാജുലേഷൻ ഫോർ യുവർ സക്സസ്. താങ്ക് യു. ആക്ച്വലി ഐ ആം ഓൾസോ ഇൻട്രസ്റ്റഡ് ടു ഡു PG ഇൻ അബ്രോഡ്. അങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ചേട്ടൻ്റെ വീഡിയോ കണ്ടേ, അപ്പോൾ കൂടുതൽ മോട്ടിവേഷനായി. ഇത് കണ്ടപ്പോൾ കൺഗ്രാറ്റ്സ് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് മെസ്സേജ് ചെയ്തത്. താങ്ക് യു. സുനൈന സലാം അഞ്ചു. ഓക്കെ, എന്തായാലും അത്
കേൾക്കുന്നവർക്കൊരു ഇൻസ്പിറേഷനാണ്. ഓക്കെ, ഡിഗ്രി ചെയ്ത സബ്ജക്റ്റ് തന്നെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ പറയുക, ഇവിടെ വരുന്ന പല കുട്ടികളും അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ പല എന്താ പറയുക ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടൊക്കെ കോഴ്സ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. സയൻസ് പഠിച്ച ഒരു MBA കൊമേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കോഴ്സ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയാം, നമ്മളൊരു ട്രാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അല്ലാണ്ട് അവിടെ എവിടെയും കിടന്ന് ചാടിക്കിളി അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം അതിനോട് ഇൻട്രസ്റ്റ് വന്നിട്ട് നമ്മളിപ്പോൾ മാറുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എനിക്ക് കുറച്ച് നാളായിട്ട് ഞാൻ ഫിസിക്സാണ് എൻ്റെ ഒരു 8ാം ക്ലാസ് തൊട്ട് എനിക്ക് പഠിക്കാൻ ആഗ്രഹം തോന്നിയിട്ടുള്ളൊരു വിഷയം. ഫിസിക്സിനോടൊരു ഒരു 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 എന്താ പറയുക, എൻ്റെ 2 അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു, ജോയ് മാഷും ഒരു അച്യുത മാഷൊക്കെ. അപ്പോൾ അവർ ഫിസിക്സ് പഠിപ്പിക്കുന്ന രീതി ഭയങ്കര രസമായിരുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് തൊട്ട് ഫിസിക്സിനോട് മനസ്സിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഫാൻറ്റസി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഫിസിക്സിലേക്ക് മുന്നോട്ട് വന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ വന്ന് കുറേ കാലമായിട്ട് ഇപ്പോൾ വായനയൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഫിസിക്സ് മാത്രം നമുക്ക് വായിച്ചിരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് എക്കണോമിക്സിനോടൊക്കെ ഒരു താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ട്. എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ ഫീൽഡ് മാറുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അതുപോലെയൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ അതൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ചാൾസ്, ഹലോ നോനു ചേട്ടാ, ജിനോ ജോർജ് എന്നൊരു യൂട്യൂബ് ചാനൽ ചേട്ടൻ്റെ സ്കോളർഷിപ്പിനെ പറ്റി കണ്ടു. ഒരുപാട് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി UK-യിൽ സയൻസ് സ്റ്റുഡൻസ് മാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് ഒന്ന് പറഞ്ഞു തരുമോ? ആക്ച്വലി എന്തിനാ അങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ആക്ച്വലി ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? സ്കോളർഷിപ്പ് അറിയുന്ന ആരെയും എനിക്കറിയില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ആസ്ക് യു. ടൈം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ നമ്മൾ സ്കോളർഷിപ്പ് സെർച്ച് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് സ്കോളർഷിപ്പുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഗൂഗിളിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഗൂഗിളിൽ നമ്മളിപ്പോൾ ഒരു കീവേഡ്സ് ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓപ്പൺ സ്കോളർഷിപ്പുകളിലേക്കായിരിക്കും നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ സെർച്ച് ചെയ്യാൻ പഠിക്കുക, നല്ല രീതിയിൽ പ്രൊഫസർമാരെ കോണ്ടാക്ട് ചെയ്യാൻ പഠിക്കുക. അത് ചെയ്ത് തന്നെ പഠിക്കുള്ളൂ. എൻ്റെ വീഡിയോസ് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ എന്താ പറയുക ഒരു ഐഡിയ എങ്കിലും കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് സ്കോളർഷിപ്പ് സെർച്ച് ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 3-4 വെബ്സൈറ്റിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറ്റി കഴിഞ്ഞാൽ ലിങ്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതാണ് സെർച്ച് ചെയ്യാനുള്ള കാര്യം. സയൻസിന് മാത്രമായിട്ടെന്നുള്ളതല്ല, എല്ലാ സ്കോളർഷിപ്പിലും സെർച്ച് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സ്കോളർഷിപ്പുകൾ പല യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ കൊടുക്കുന്ന സ്കോളർഷിപ്പിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വരാം. കീവേഡ്സ് സെർച്ച് ചെയ്യുന്ന കീവേഡ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ശിശിര, ഹായ് സാർ, ഞാൻ PG സ്റ്റുഡൻ്റ് ആണ് എക്കണോമിക്സ്. ഞാൻ PG ചെയ്യുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണ്. പ്രട്ടി ഗേൾസ് എന്നുള്ള ഒരു യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഫോറിൻ കൺട്രീസിൽ ഗവൺമെൻറ് ചിലവിൽ ഫുള്ളി ഫണ്ടഡ് ആയി കോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റിയത്. അതൊരു നല്ല ചാനലായിരിക്കണമല്ലോ. അപ്പോൾ പ്രട്ടി ഗേൾസ് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ സാറിൻ്റെ വീഡിയോ കണ്ടത്. എന്നെ സാറിനൊന്നും വിളിക്കണ്ട കേട്ടോ, നോനൊന്ന് വിളിച്ചാൽ മതി. PG കഴിഞ്ഞ് PhD ചെയ്യണം എന്നാണ്. ഞാനിപ്പോൾ ഇന്ത്യയിൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. നല്ല കാര്യം. അവരുടെ എൻട്രൻസ് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെരി ഗുഡ്. ഗവൺമെൻറ് ഫുള്ളി ഫണ്ടഡ് ആയി പുറത്ത് പോയി റിസർച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അത് പലരുടെ ഒരു പ്രശ്നം തന്നെയാണ്. ഗവൺമെൻറ് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് എല്ലാ രാജ്യങ്ങളിലും, അതായത് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ രാജ്യങ്ങളെക്കാളും കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികൾ ശ്രമിക്കാം. നമ്മളെക്കാളും കുറഞ്ഞ കൺട്രികളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്തായാലും കൊടുക്കുന്നുണ്ടാവോ ഇല്ല എന്നുള്ളത്. നമ്മൾ എന്തായാലും സെർച്ച് ചെയ്യാനും പോകണില്ല. ഇസ്രായേൽ, സൗത്ത് കൊറിയ, യൂറോപ്യനിൽ കുറേ നല്ല കൺട്രീസ്, പിന്നെ ജർമ്മനിയൊക്കെ ബെസ്റ്റാണ്. പിന്നെ US ഇവിടെയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പഠിക്കുന്നുണ്ട്. പിന്നെ എവിടെയാ, UK-യിൽ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് സ്കോളർഷിപ്പിൽ വന്നു, ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റി.
അപ്പോൾ അതുപോലെ ഇഷ്ടംപോലെ സ്കോളർഷിപ്പ് കിട്ടും. ഇപ്പം ഞാൻ എൻ്റെ സ്കോളർഷിപ്പിന് കിട്ടിയതിന് ശേഷം ഒരു 1-2 പേരെ എൻ്റെ അടുത്ത് ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എനിക്ക് അറിയാവുന്ന ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിലൊരു കുട്ടിക്ക് ഇപ്പോൾ സ്വീഡനിലൊരു PhD അഡ്മിഷൻ കിട്ടി. അപ്പോൾ ആ കുട്ടിയുടെ ഒരു കഠിനാധ്വാനത്തും എത്ര പെട്ടെന്ന് റിസൾട്ട് കണ്ടെന്നുള്ളത്. അങ്ങനെ പഠിക്കണമെന്നുണ്ട് സാർ. എങ്ങനെയാണ് നമുക്ക് അബ്രോഡ് പോയി PhD ചെയ്യാൻ പറ്റുക? സാർ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്കും ആരും പറഞ്ഞു തരാനൊന്നുമില്ല, അറിയുന്ന ഒരാളോട് ചോദിക്കണമെന്ന് തോന്നി. അപ്പോൾ ശിശിര നമ്മളുടെ മുന്നത്തെ വീഡിയോസൊക്കെ കാണാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ സെർച്ച് ചെയ്യാൻ പഠിക്കുക, അപ്ലൈ ചെയ്യാൻ പഠിക്കുക, നല്ലോണം അപ്ലൈ ചെയ്യുക, കുത്തിയിരുന്ന് അപ്ലൈ ചെയ്യുക, കിട്ടും എന്തായാലും. എല്ലാവരും ഈ പറഞ്ഞ പോലെ അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ നമ്മൾ. ഇതൊക്കെ ഇപ്പം എന്താ പറയുക, നമ്മളുടെ ഒരു വിരൽത്തുമ്പത്ത് തന്നെയുള്ള കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ഇപ്പം ഈ കിട്ടിയ സ്കോളർഷിപ്പ് ഞാൻ അപ്ലൈ ചെയ്തതൊരു തമാശയല്ല, പക്ഷെ എനിക്കതിപ്പോൾ ഒരു എന്താ പറയുക, ഒരു രസമായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ഇമെയിലൊക്കെ അയക്കുമ്പോൾ ഞാൻ എപ്പോഴും ലാപ്ടോപ്പിൽ നിന്നാണ് അയക്കാറ്. കാരണം നമ്മളതിൽ ഫോണ്ടൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അറ്റാച്ച്മെൻ്റൊക്കെ ഈസി ആയിട്ട് നടത്തുന്നത് ഇമെയിലാണ്. പിന്നെ എൻ്റെ ഒരു പഴയൊരു 6+ ഫോൺ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ സ്കൈപ്പ് വഴി അറ്റൻഡ് ചെയ്തത്. അതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ ഒരു 3 മണിക്കൂർ മുന്നാണ് എൻ്റെ റിമൈൻഡർ അടിച്ചപ്പോഴും ഞാൻ എന്ന് ഇൻ്റർവ്യൂ ഉള്ള കാര്യം ഓർത്തത്. കാരണം ആ സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഇൻ്റർവ്യൂ എന്നൊക്കെ ഉള്ളത് ഒരു ചിലപ്പോൾ ഒരു സ്ഥിരചര്യയായിട്ടുള്ള പരിപാടിയായിട്ട് മാറി. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഒരു 3 മണിക്കൂർ ഇത് ചെയ്തപ്പോൾ ഞാൻ ചാലക്കുടിയിലായിരുന്നു. ചാലക്കുടിയിൽ നിന്ന് നേരെ വീട്ടിൽ പോയി ഇപ്പോൾ ലാപ്ടോപ്പ് എൻ്റർ ചെയ്ത് ഓണാവണില്ല. അങ്ങനെ മൊബൈൽ കട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ആണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ആണ് എനിക്ക് ഇത് കിട്ടിയതൊക്കെ. അപ്പോൾ നമ്മളുടെ ഈ വിരൽത്തുമ്പത്താണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന സമയമൊക്കെ അത് സെർച്ച് ചെയ്യാനും ഇതിനൊക്കെ ഉപയോഗിക്കാം, ലൈഫ് എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം. അഖീല KK, Akhila KK. I am Akhil. Okay. Akhil, I have seen you in YouTube video. Congrats, I would like to know something about PhD in UK. Could you please help me out? Sure. എന്താണ് എനിക്ക് മനസ്സിലായി. ഓക്കെ. രഞ്ജിത, ഹലോ ചേട്ടാ, ഏട്ടൻ്റെ യൂട്യൂബിൽ ഉള്ള വീഡിയോ കണ്ടു 1 സ്കോളർഷിപ്പ്. ഞാനിപ്പോൾ BTech ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. 2 ഇയർ. എനിക്ക് MTech UK ചെയ്യണം എന്നുണ്ട്. അവിടേക്ക് വരാനുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോ? അതേപോലെ സ്കോളർഷിപ്പ് കാര്യങ്ങളും. ബയോമെഡിക്കൽ നല്ലൊരു ഫീൽഡാണ്. ഇപ്പോൾ നമ്മുടെ ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എഞ്ചിനീയർമാരാണ് ബയോമെഡിക്കൽ എഞ്ചിനീയർമാർ. കാരണം രോഗങ്ങളും അതിൻ്റെ എന്താ പറയുക, ബയോമെഡിക്കൽ എഞ്ചിനീയർമാരാണ് ഇന്നിപ്പോൾ എന്താ പറയുക ലോകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന തൊഴിലവസരങ്ങളുള്ളൊരു മേഖല. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയം വേണ്ട, നല്ല യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ സെക്യൂർ ചെയ്യുക, കയ്യിൽ കാശ് കൊടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത് സെക്യൂർ ചെയ്ത് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ചേട്ടൻ്റെ ഒരു സ്കോളർഷിപ്പ് കിട്ടി അല്ലേ UK പോയേ? ഞാൻ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിരുന്നു. ആ സ്കോളർഷിപ്പിൻ്റെ നെയിം പറയുന്നു, ക്വീൻ മേരി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മെറ്റീരിയൽ സയൻസ് സ്കോളർഷിപ്പ് ഫോർ PhD സ്റ്റുഡൻറ്റ്. അതാണ് എൻ്റെ പേര്. പിന്നെ വീഡിയോ കണ്ടിരുന്നു, സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. എനിക്ക് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ സ്കോളർഷിപ്പിന് വേണ്ടി ആദ്യം യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ. മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്കൊക്കെ ഒരുവിധപ്പെട്ട എല്ലാം എന്താ പറയുക, ഇപ്പോൾ ചില റിസർച്ച് കോഴ്സിന് ഇപ്പോൾ ക്വീൻ മേരിയിലൊക്കെ കൊടുക്കുന്നതൊക്കെ നേരിട്ട് മാസ്റ്റേഴ്സിനും സ്കോളർഷിപ്പിനും കൂടി ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ. നമ്മളൊരു ഓപ്പൺ സ്കോളർഷിപ്പിലൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഒരു അഡ്മിഷൻ സെക്യൂർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. ജാബിർ, ഹായ് ജാബിർ. മാവി മൂൺ, I saw your YouTube interview, so just want to know more about research opportunities and abroad. ഒരുപാടുണ്ട്, എല്ലാ രാജ്യങ്ങളും നല്ല റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ജസ്റ്റ് കംപ്ലീറ്റ് മൈ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക്. നൈസ്. നാളത്തെ എന്താ പറയുക, നമ്മളുടെ സൊസൈറ്റീനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നവരായി മാറട്ടെ. സോഷ്യൽ വർക്ക് ആൻഡ് നൗ ഐ എം വർക്കിംഗ് ഇൻ HCG ക്യാൻസർ ഹോസ്പിറ്റൽ ആസ് എൻ ഓങ്കോളജി സോഷ്യൽ വർക്കർ.
Great. In the interview, you mentioned about your experience as a research fellow. Yeah. So how can I apply for that? അതിപ്പോൾ നാട്ടിൽ നമ്മൾ എന്താ പറയുക റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഞാനൊക്കെ യൂസ് ചെയ്തിരുന്നൊരു വെബ്സൈറ്റ്, അതിൻ്റെ പേര് ഞാൻ മറന്നു, ജോബ്സ് ഫ്രഷർ ജോബ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ്. ഞാൻ നാട്ടിലത്തെ ജോലികൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊജക്റ്റ് ഓപ്പണിങ്സും പിന്നെ സയൻറ്റിസ്റ്റ് ഓപ്പണിങ്സും ഒക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ freshers.job.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് ആപ്ലിക്കേഷൻ, നാട്ടിലിപ്പോൾ ആപ്ലിക്കേഷൻ പോർട്ടൽ വഴി ഒന്നുമല്ല, നേരിട്ട് ചിലപ്പോൾ പ്രൊഫസർമാരെ കോൺടാക്ട് ചെയ്യാനൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനൊക്കെ അങ്ങനെയായിരുന്നു ഒരു വിധം. അല്ല, NIL ഒരു പോർട്ടൽ വഴി ആപ്ലിക്കേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, സോ ഹൗ you applied? You wrote net or anything to qualify JRF? No. My specialization is community development. Great. ഭാവിയിലേക്കുള്ളൊരു വരദാനമാണ്. ഐ ആം കംപ്ലീറ്റ്ലി ക്ലൂലെസ്. ഒന്നുകൊണ്ടും പിടിക്കണ്ട. എന്താണ് മേഖല എന്നുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള കീവേഡ്സ്, ഇപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി നോക്കുന്ന വെബ്സൈറ്റിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ freshers.world.com, നമ്മൾ നോക്കുമ്പോൾ അതിൽ നമ്മളുടെ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അതിൽ ഫിൽട്ടർ ചെയ്യുമ്പോൾ റിസർച്ച് ജോലികൾക്ക് വേണ്ടിയിട്ട് ഫിൽട്ടർ ചെയ്യുക. ഈസി. അഞ്ജന പ്രശാന്ത്, ഹായ് ചേട്ടൻ, ഞാൻ ജിനോ ജോർജ് ചേട്ടൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് മെസ്സേജ് ചെയ്യുന്നത്. ഐ ആം അഞ്ജന ഫ്രം കണ്ണൂർ. ഐ ഹാവ് ഡൺ മൈ PSc ഫ്രം കണ്ണൂർ യൂണിവേഴ്സിറ്റി ആൻഡ് MSc ഫ്രം NIT അഗർത്തല. ഗ്രേറ്റ്. എനിക്ക് അബ്രോഡിൽ എന്തെങ്കിലും നല്ല യൂണിവേഴ്സിറ്റിയിൽ ആസ്ട്രോഫിസിക്സ് PhD ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് സൂപ്പർവൈസേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന്. ഓക്കെ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഈ ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്കറിയില്ല നാട്ടിലത്തെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എത്ര നമ്മളുടെ ലാംഗ്വേജ് സ്കില്ലൊക്കെ സെക്യൂർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഐ മീൻ പ്രോഗ്രാമിങ് സ്കിൽസ്. ഇത് ഫുള്ള് ഡാറ്റ അനാലിസിസ്, ഫുള്ള് സോഫ്റ്റ്വെയറുകളാണ്. മാറ്റ്ലാബും C++ഉം പിന്നെ പൈത്തണും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള മോഡലിങ്ങും സിമുലേഷൻസും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. പിന്നെ ആസ്ട്രോഫിസിക്സ് ഒക്കെ ആകുമ്പോൾ കൂടുതലും ഒരു തിയററ്റിക്കൽ ഓപ്പണിങ്സ് ആണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രൊഫസർമാരെ അപ്രോച്ച് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കുറച്ച് വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിതിലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ ലിങ്കിൽ പോയിട്ട് ഈ ഏത് ഫീൽഡാണോ ആസ്ട്രോഫിസിക്സിൽ തന്നെ എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മളത് വെച്ചിട്ട് കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക. പിന്നെ പ്രൊഫസറിന് മെയിൽ അയക്കുന്നതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു തരുമോ? അത് നമ്മൾ കവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എപ്പിസോഡിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് വാച്ച്. ഹായ് നോനു വർഗീസ്. ഐ ട്രൈ ടു കണക്ട് യു ആഫ്റ്റർ സീയിങ് യുവർ നോട്ട് ഇൻ ന്യൂസ് പേപ്പർ ടുഡേ. ഓൾറൈറ്റ്, മെൽസി. Success stories like this inspires us to research when people like you talk in public. I am bioinformatics postgraduate, currently working as a research assistant. Great. With Sony Katagi Lab Australia. Right now, I'm trying for PhD option in abroad. Good. Preparing for the best, attending interviews. Thanks for making day better and inspiring to persist to passion. Research. All the best. Yep. ഈ കുട്ടിയാണ് എന്താ പറയുക, എൻ്റെ അടുത്ത് ഒരു മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കോൾ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ, കുറച്ച് ഡൗട്ട് ഉണ്ട്. അപ്പം എൻ്റെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കണ്ടിട്ടാണ് ആൾ വിളിച്ചത്. അപ്പം അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്നു കുറേ കാര്യം. പുള്ളിക്കാരി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു പ്രൊആക്റ്റീവായിട്ടുള്ളൊരു കക്ഷിയാണ് പുള്ളിക്കാരി. അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒക്കെ ഫുള്ള് റിസർച്ചിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് സ്വീഡനിലൊരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജനുവരിയിലോ മറ്റേ ആയിട്ട് ജോയിൻ ചെയ്യണം എന്ന് തോന്നുന്നു. അപ്പം അതുപോലെ ആയിരിക്കണം നമ്മൾ. ഈ പറഞ്ഞ പോലെ ഞാൻ സെർച്ച് ചെയ്ത വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഞാനപ്പോൾ പുള്ളിക്കാരത്തേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഓൾറെഡി അതിനെപ്പറ്റി അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരിക്കണം. നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരാളാണ് അനു.
ചേട്ടാ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മ്യൂണിക്കിലെ പ്രൊഫസേഴ്സിൻ്റെ PhD വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്നു, മെയിൽ അയച്ചിട്ടുണ്ട്. ബട്ട് ഫണ്ടിങ് പോസിബിൾ അല്ല പറഞ്ഞു. അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ? ഫണ്ടിങ് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീഡ് ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അവരുടെ ഇൻ്റർവ്യൂ ഉണ്ടാവും, ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ ഫണ്ട് നിങ്ങളുടെ ഫീസ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം റീസണബിളി നല്ലൊരു ഫീസായിരിക്കും ഈ ഒക്കെ യൂണിവേഴ്സിറ്റിയിലെ PhDക്ക് ഉള്ളത്. ഒരു വർഷം ഇപ്പം എൻ്റെ സ്കോളർഷിപ്പിൽ ഞാനൊക്കെ അടയ്ക്കുന്നത് ഏകദേശം നാട്ടിലത്തെ ഒരു 25 ലക്ഷം രൂപയോളമാണ് ഒരു വർഷം ഫീസ് മാത്രമായിട്ട് നമ്മൾ അടയ്ക്കുന്നത്. അപ്പം സ്കോളർഷിപ്പ് സെക്യൂർ ചെയ്യേണ്ട എന്നെ കൊണ്ടൊന്നും അത് പറ്റില്ല. കാരണം നമ്മൾ 3-3.5 വർഷത്തെ PhD ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 കോടി രൂപയുടെ അടുത്ത് ഫീസ് മാത്രം തന്നെ തരണം. അതല്ലാണ്ട് നമുക്ക് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. കയ്യിൽ ഈ കാശുണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രൊസീഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത്ര വലിയ എമൗണ്ട് ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നുള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എനിക്കറിയില്ല. അതിന് ഓൾ ദ ബെസ്റ്റ്. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കളയാണ്ടിരിക്കാൻ നോക്കാം. കാരണം നമുക്ക് ഏതെങ്കിലും ഓപ്പൺ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നല്ല യൂണിവേഴ്സിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മ്യൂണിക്കൊക്കെ ജർമ്മനി അല്ലേ? മ്യൂണിക് യൂണിവേഴ്സിറ്റി ഒക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആണ്. ഒന്നും പേടിക്കണ്ട, പ്രൊസീഡ് ചെയ്തോ. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. സോ വൈൻഡിങ് അപ്പ് ദിസ് സെഷൻ. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഇവിടെ വരുമ്പോൾ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയക്കാം.